കളക്ടർമാർക്ക് തന്നെ ഒരു ധൈര്യക്കുറവ് വരും. ഇത് അവധി കൊടുക്കാൻ പറ്റുന്ന മഴയാണോ അല്ലയോ? അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിമാരെ വിളിച്ച് ചോദിക്കുന്നത് കൊടുക്കണോ വേണയോ. അപ്പം അതെല്ലാം അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ഏതായാലും അത് സജീവമായി ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ. മിനിസ്റ്റർ, ചില പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഇതിനകത്തൊരു ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്, ചില ആശങ്കകൾ അവർ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ അവരെല്ലാം കണക്കിലെടുത്തായിരിക്കുമല്ലോ മുന്നോട്ട് പോവുക. അല്ല, തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നവരുടെ അഭിപ്രായം കേട്ടാണ് അതിനാണ് പരിഹാരം ഉണ്ടാവേണ്ടത്. ഓക്കെ, അത് വളരെ ഗംഭീരമായൊരു തീരുമാനമാവട്ടെ. അപ്പോൾ വേനലവധി എന്നുള്ളത് മാറി മൺസൂൺ അവധി എന്നുള്ളതായിട്ട് മാറും എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം. ഒരു വിഷമമുള്ളത് ആ സമയത്തേക്ക് ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ പാടങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കളിക്കാനൊക്കെ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങൾ കാണുമ്പോൾ ഒരു ചെറിയ പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ആണല്ലോ കുട്ടിയും കോലും കളിക്കാൻ പോകുന്നത് ആ സമയത്തായിരുന്നു. അല്ല, അങ്ങനെയായിരുന്നു നമ്മൾ പിന്നെ കുട്ടിയും കോലും ഒക്കെ കളിച്ചിരുന്ന ആ സമയത്തായിരുന്നു. നമുക്ക് അതൊക്കെ ആലോചിക്കാം. നമുക്കത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഇതിന് പിന്നെ അതല്ല മറ്റ് ഒരു അഭിപ്രായം തള്ളിക്കളയാൻ പറ്റില്ല. ഈ എല്ലാ 100% എല്ലാ അഭിപ്രായം കൂടെ യോജിച്ച് വരുമല്ലോ. നമുക്ക് ഏതായാലും ഒരു പിന്നെ 50-ന് മുകളിൽ വരുന്ന അഭിപ്രായം എടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഗംഭീരമാവട്ടെ മിനിസ്റ്റർ. എന്തായാലും വ്യക്തിപരമായി ഞാനതിനോട് യോജിക്കുന്നു. നമ്മുടെ ചാനലും ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ സമാഹരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലും അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. നമുക്ക് കാത്തിരിക്കാം മിനിസ്റ്റർ. എന്തായാലും അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവട്ടെ.